അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദകൃപാ പെരും നദിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ അനുദിനം നിൻ പദം ഗതിയേ അടിയാനു നിൻ കൃപമതിയേ. 51-ാമത്തെ സങ്കീർത്തനത്തിനകത്ത് പല പദങ്ങൾ, പല വിഷയങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തോട് ബന്ധപ്പെട്ടതായി പ്രാധാന്യത അർഹിക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ എന്നവിടെ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ആരാധനയോട് ബന്ധപ്പെട്ടും നമ്മുടെ ആത്മീക ജീവിതത്തോട് ബന്ധപ്പെട്ടും മനസ്സിന് ബൈബിളിൽ വളരെ പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. മനസ്സിന് ബൈബിളിൽ വളരെ പ്രാധാന്യത കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. ഏതൊരു കാര്യത്തിലാണെങ്കിലും രണ്ട് നിലയിൽ നമുക്കൊരു കാര്യത്തെ ചെയ്യാനായിട്ട് പറ്റും. മനസ്സോടുകൂടി ചെയ്യാനായിട്ട് പറ്റും, മനസ്സില്ലാതെയും ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സോടെ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്നുള്ളതാണ്. അതിനോട് ചേർത്ത് വെച്ച് പറയാൻ ഒരുപാട് വാക്യങ്ങൾ ഉണ്ട്. ഞാൻ ആ ഭാഗത്തോട്ട് ഇന്ന് പകലിൽ വരുന്നില്ല. എങ്കിലും 1-2-3 വാക്യങ്ങൾ ഒരു പ്രഭാഷണമായിട്ടല്ല നിങ്ങളുടെ മനസ്സിലേക്ക് നൽകി സാക്ഷ്യത്തിന് അനന്തരം സമയമുണ്ടെങ്കിൽ ഒടുവിൽ നമുക്ക് കർത്താവിൻ്റെ വചനം ചിന്തിക്കാനായിട്ട് കർത്താവ് അവസരം തരട്ടെ. പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു ഭാഗമുണ്ട്. സമാഗമന കൂടാര പണിക്ക് വേണ്ടി ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുത്തു. ആ പ്രമാണം കൊടുക്കുമ്പോൾ ആലയം പണിയോട് ബന്ധപ്പെട്ട്, സമാഗമന കൂടാര പണിയോട് ബന്ധപ്പെട്ട് പണികാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സാധന സാമഗ്രികളുടെ സമാഹരണം നടത്തിയിരുന്നത് ഇസ്രായേൽ മക്കളിൽ നിന്ന് തന്നെയാണ്. 25-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചതെന്തെന്നാൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അപ്പം ശ്രദ്ധിച്ചേ, ആലയം പണിക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികളുടെ സമാഹരണത്തിന് വേണ്ടി മോശയോട് ദൈവം പറഞ്ഞു, നീ അത് ഇസ്രായേൽ മക്കളോട് പറയണം. ഇന്ന പോലെയൊക്കെയുള്ള ആവശ്യങ്ങളുണ്ട്. നിങ്ങൾ ആ കാര്യത്തിനകത്ത് നിങ്ങൾക്ക് ദൈവം നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം, വിനിയോഗിക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു പദം കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും എന്ത് ചെയ്യണം, വാങ്ങിക്കണം. അപ്പോൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിനകത്ത് ഇവിടെ ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എല്ലാവരോടും വാങ്ങാനല്ല, ആവശ്യം പ്രസ്താവിച്ചിട്ട് കണ്ണിൽ കാണുന്ന എല്ലാവരോടും വാങ്ങാനല്ല ഇവിടെ പറയുന്നത്. ആലയം പണിക്ക് വേണ്ടിയുള്ള സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് വേണ്ടിയുള്ള സമാഹരണം നടത്തുമ്പോൾ ദൈവം അവിടെ ഒരു പദത്തിന് ഊന്നൽ നൽകി പറയുകയാണ്, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ പൗലോസും പറയുന്നുണ്ട്, നല്ല മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഐഹിക നന്മകളാണെങ്കിലും അപ്പോൾ അതിൻ്റെ അപ്പുറം ആരാധനയാണെങ്കിലും നമ്മൾ അതെങ്ങനെ ചെയ്യണം, നല്ല മനസ്സോടുകൂടി ചെയ്യണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ എന്ത് ചെയ്യണം, താങ്ങണമേ. നമ്മുടെ മനസ്സിന് വളരെ പ്രാധാന്യതയുണ്ട് എന്നുള്ള കാര്യം ഗൗരവത്തോടുകൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഒരു രാജാവിനെ കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് നമ്മുടെ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കൊള്ളുക. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. അനന്തരം യോവാശ് യഹോവയുടെ ആലയത്തിൻ്റെ അറ്റകുറ്റം തീർക്കുവാൻ എന്ത് വെച്ചു, മനസ്സ് വെച്ചു. നമ്മൾ ഇതിനു മുൻപ്
ചിന്തിച്ചിട്ടുണ്ട്? ദിനവൃത്താന്ത പുസ്തകത്തിൽ മാത്രം അറ്റകുറ്റം തീർത്ത 3 രാജാക്കന്മാരെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. 3 രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അറ്റകുറ്റം തീർത്ത 3 രാജാക്കന്മാരെ കുറിച്ച്. അവിടെ ഒന്നാമത്തെ വ്യക്തിയാണ് യോവാശ്, രണ്ടാമത്തെ വ്യക്തിയാണ് ഹിസ്കിയാവ്, മൂന്നാമത്തെ വ്യക്തിയാണ് യോശിയാവ്. ഇവരെ 3 പേരെയും തിരുവചനത്തിൽ പരിചയപ്പെടുത്തുമ്പോൾ അവര് അറ്റകുറ്റം തീർത്ത രാജാക്കന്മാരായിരുന്നു. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ്, അനന്തരം യോവാശ് യഹോവയുടെ ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ എന്തു വെച്ചു? ആലയം തീർപ്പാൻ എന്നുള്ളതല്ല, അറ്റകുറ്റം തീർക്കാനായിട്ട് മനസ്സ് വെച്ചു. ആലയം പണിയുടെ അത്രയും പരിശ്രമം വേണ്ട അറ്റകുറ്റം തീർക്കാൻ. നമുക്കറിയാം, നാമൊക്കെ പാർക്കുന്ന വീടുകൾക്ക് നമ്മൾ അറ്റകുറ്റം തീർക്കാറുണ്ട്. കാലാകാലങ്ങൾ ചെയ്യുമ്പോൾ പെയിന്റ് അടിക്കേണ്ട സന്ദർഭത്തിൽ പെയിന്റ് അടിക്കും. എവിടെയെങ്കിലുമൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെയുള്ള അറ്റകുറ്റപ്പണികൾ നമ്മൾ ചെയ്യും. കാരണം ദീർഘകാലം നമ്മൾ അതിൽ പാർക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ. ഒരിക്കൽ സ്ട്രോങ് ആയിട്ട് പണിയപ്പെട്ട വീടാണെങ്കിലും കാലാന്തരത്തിൽ അതിന് വരേണ്ട അറ്റകുറ്റങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ദിവസം നമ്മുടെ തലയിലിരിക്കും. അതുകൊണ്ട് പാർക്കുന്ന ഭവനത്തിന്റെ അറ്റകുറ്റം നമ്മൾ തീർക്കാറുണ്ട്. പുതിയ ഒരു വാഹനം ഓടിച്ചാൽ നമുക്കറിയാം ചില വർഷങ്ങളിലേക്ക് വിശേഷിച്ച് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാകത്തില്ല. എന്നാൽ നിരന്തരമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം പിന്നീട് സുഖമായി കുറെ കാലം കൂടെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ആ വാഹനത്തിന്റെ അറ്റകുറ്റം തീർക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിലും. ദൈവകൃപയിലോട്ട് വന്നപ്പോൾ നമ്മൾ വളരെ ഫ്രഷ് ആയിട്ടാണ് വന്നത്, കളങ്കമില്ലാത്തവരായിട്ട്. കർത്താവിന്റെ ഹിതാനുസരണമാണ് വന്നത്. കാലാന്തര ആത്മീക ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുമ്പോൾ വീടിനൊരറ്റകുറ്റം വേണ്ടതുപോലെ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് അറ്റകുറ്റം വേണ്ടതുപോലെ നമ്മൾ ഗൗരവമായി തിരിച്ചറിയണം. നമ്മുടെ വ്യക്തിപരമായ ആത്മീക ജീവിതത്തിനും ഇടയ്ക്കിടയ്ക്ക് എന്ത് നടത്തണം? അറ്റകുറ്റം നടത്തേണ്ടതായിട്ടുണ്ട്. അറ്റകുറ്റത്തെ കുറിച്ച് ഏറ്റവും ഗൗരവമായി പറഞ്ഞിരിക്കുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാൻ വിട്ടുതരുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം നിങ്ങൾ പഠിക്കണം. മതിലിന്റെ, യെരൂശലേമിന് ചുറ്റുമുള്ള മതിലിന്റെ അറ്റകുറ്റം ഓരോരുത്തർ തീർത്തതിനെ കുറിച്ച് അവിടെ പറയുന്നു. അറ്റകുറ്റം എന്നുള്ള പദം 36 പ്രാവശ്യം 3-ാമത്തെ അധ്യായത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സംരക്ഷണം അതിന് ഇത്രയധികം ഗൗരവമുള്ളവരെ അറ്റകുറ്റം ആവശ്യമായിരുന്നുവെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിനും ഒരു അറ്റകുറ്റപ്പണി ആവശ്യമാണ്. തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഒരു പോക്കങ്ങ് പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ആത്മീക ജീവിതത്തെ ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആരാധനാ ജീവിതത്തെ ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ദൈവിക ബന്ധത്തെ ചെക്ക് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രയർ ലൈഫിനെ ചെക്ക് ചെയ്യണം. 2 കൊരിന്ത്യർ 13-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. ആരൊക്കെയാണോ വ്യക്തിപര ആത്മീക ജീവിതത്തെ ഇടയ്ക്കിടയ്ക്ക് ശോധന ചെയ്യുന്നത് അവർക്ക് മാത്രമേ അറ്റകുറ്റത്തെ കുറിച്ച് ബോധ്യമുണ്ടാവുകയുള്ളൂ. ഇന്ന് പകലിലും ചില തകർച്ചകൾ ഒഴിച്ചുവിടേണ്ടതിനായി ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അറ്റകുറ്റം ഏതെങ്കിലും മേഖലകളിൽ ആവശ്യമാണോ എന്ന് നമ്മൾ ഒരു പുനഃപരിശോധന നടത്തിയാൽ അവിടെ മാത്രമേ അറ്റകുറ്റത്തെ കുറിച്ചുള്ള ആവശ്യകത വെളിപ്പെട്ടു വരികയുള്ളൂ. അങ്ങനെ വെളിപ്പെട്ടു വന്നാൽ നമ്മൾ അത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? മനസ്സ് വയ്ക്കണം. അതാണ് നമ്മൾ ഇവിടെ വായിച്ച വാക്യത്തിൽ. യോവാശിനെ സംബന്ധിച്ചിടത്തോളം ആലയത്തിൻ്റെ അറ്റകുറ്റം അനിവാര്യമാണെന്ന ബോധ്യം വന്നപ്പോൾ യോവാശ് അതിനുവേണ്ടി എന്ത് ചെയ്തു? മനസ്സ് വെച്ചു എന്നാണ്. മനസ്സ് വെച്ചു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സൊരു വലിയ സംഭവമാണ്. ഇന്ന് പകലിൽ തിരുവചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ 2-3-4 വാക്യങ്ങൾ ഇതോടെ ഇത്രയും പറഞ്ഞപ്പോൾ ഒന്ന് വായിപ്പിച്ച് അവസാനിപ്പിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 11:16, 12:14, 19:3. ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട്. 2-3 ഒന്ന് വായിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് വായിപ്പിച്ച് കേട്ട ഞാൻ അവസാനിപ്പിക്കാം. 2 ദിനവൃത്താന്തം 11:16 ഒന്ന് വായിച്ചോളൂ. മനസ്സ് വെച്ചു. 12:14 യഹോവയെ അന്വേഷിക്കേണ്ടതിന് മനസ്സ് വെക്കാഞ്ഞാൽ. 19:3
എന്തെങ്കിലും ഒരു കാര്യത്തിനൊരു നീക്കം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? കാര്യം ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനുവേണ്ടി ഒരു മനസ്സ് വയ്ക്കണം. പിടികിട്ടുന്നുണ്ടോ? വ്യക്തിപര ജീവിതത്തെ നമ്മൾ പരിശോധിച്ചു, കുറവുണ്ടെന്ന് മനസ്സിലായി, തിരുത്തപ്പെടേണ്ട ഏരിയ ഉണ്ടെന്ന് മനസ്സിലായി, അറ്റകുറ്റം നടത്തപ്പെടേണ്ട മേഖലയുണ്ടെന്ന് മനസ്സിലായി. ഈ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഒരു കാര്യം പൂർത്തീകരണത്തിൽ എത്തത്തില്ല. അതിനുവേണ്ടി നമ്മൾ ഇപ്പുറത്ത് എന്ത് ചെയ്യണം? ഒരു ചെറിയ മനസ്സ് വെച്ചാൽ ആ കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് നടന്നു പോകും. മനസ്സിലാകുന്നുണ്ടോ? ബോധ്യമാകുന്ന പ്രിയപ്പെട്ട ഒരു കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. മനസ്സെന്നുള്ളത് ആത്മീക ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. സ്തോത്രം. മനസ്സ് വയ്ക്കാഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് തിരുവചനത്തിൽ പലയിടത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മനസ്സ് വയ്ക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങളും തിരുവചനത്തിലുണ്ട്. ഞാനൊരു പ്രഭാഷണത്തിന് നിൽക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തെ മനസ്സോടെ നിങ്ങൾക്ക് വിട്ടുതരുന്നു. യെശയ്യാപ്രവചനം 1:19 ദാനിയേൽ പ്രവചനം 10:12 കൂടി വായിച്ച് ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. യെശയ്യാ 1:19 ഒന്ന് വായിച്ചോളൂ. ദാനിയേൽ പ്രവചനം 10:12. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ, ചില കാര്യത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സ് വെച്ചാൽ നന്മ അനുഭവിക്കാൻ, അനുഗ്രഹം അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കും. ദാനിയേൽ പ്രവചനം 10:12 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടണ്ട, നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു. അപ്പം നല്ല ഒരു മനസ്സുണ്ടെങ്കിൽ, ചില കാര്യത്തിന് വേണ്ടി മനസ്സ് വെച്ചാൽ അത് തന്നെ ഒരു അനുഗ്രഹീത തുടക്കമാണ്. ഈ പകലിൽ നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാനും നല്ല കാര്യത്തിന് വേണ്ടി മനസ്സ് വയ്ക്കാൻ, നമ്മുടെ ലൈഫിലെ അറ്റകുറ്റത്തിന് വേണ്ടി മനസ്സ് വയ്ക്കാൻ കർത്താവിൻ്റെ ആത്മാവ് കൃപ ചെയ്യട്ടെ. യോവാശിനെ കുറിച്ച് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അറ്റകുറ്റപ്പണി തീർക്കേണ്ടതിന് വേണ്ടി അവൻ മനസ്സ് വെച്ചു. ഇവിടെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, മനസ്സൊരുക്കമുള്ള ഒരാത്മാവിനാൽ എന്നെ എന്ത് ചെയ്യണം? താങ്ങണമേ. അതേ പ്രിയപ്പെട്ടവരെ, നല്ല മനസ്സോടുകൂടി നമ്മുടെ കർത്താവിൻ്റെ പാദപീഠമായിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ ചെയ്യട്ടെ.